சரி. കറണ്ട് പോയാ? ആ ട്രിപ്പായത് കറണ്ട് അവിടെയൊക്കെ പോയല്ലോ. ആ ഫാൻ ഇട്ടുകൊണ്ടാണോ? ആ ബൗണ്ടഡ് ആണെങ്കിൽ എന്താ അതിന്റെ കണ്ടീഷൻ? ഒരു മാക്സിമം മിനിമം പോയിന്റ് ഉണ്ടാവും. ബൗണ്ടഡ് അല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇതിനെ മാക്സിമം ഓർ മിനിമം വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മേ നോട്ട് എക്സിസ്റ്റ്. ചിലപ്പോൾ ഉണ്ടാവും. എന്ത് മാക്സിമം മിനിമം? ചിലതില് ബൗണ്ടഡ് അല്ലാണ്ട് വരില്ലേ ഗ്രാഫ്? എന്ത് മാക്സിമം വാല്യൂ ഉണ്ട്, പക്ഷെ ആ സൊല്യൂഷൻ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ആ കൺഫേം ചെയ്യണമെങ്കിൽ ബൗണ്ടഡ് ആണെങ്കിൽ ഒരു ക്ലോസ്ഡ് ഫീസിബിൾ റീജിയൻ ഉണ്ടാവും അതിനകത്ത്. നമ്മളുടെ ആ കൺസ്ട്രെയിനിൽ വെച്ചിട്ട് ആ കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ, ബൗണ്ടഡ് റീജിയനാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് മാക്സിമം. അല്ലാണ്ട് ഫംഗ്ഷൻ നമുക്ക് എത്ര വേണമെങ്കിലും മാക്സിമം മിനിമം വാല്യൂ ഉണ്ടാവുമല്ലോ. ഏതായിട്ട് ആൻസർ? മിനിമൈസ് വാല്യൂ z is equal to p at 4, 0.
അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് മിനിമൈസ് ഇസെറ്റ് ഈസ് ഈക്വൽ ടു x plus y subject to the constraint minimize z is equal to x plus y. സെക്കൻഡ് കൺസ്ട്രക്ട് ഒരെണ്ണം സ്ട്രേറ്റ് ലൈനാ. ഒരെണ്ണം ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ഉണ്ടാവും. -1,0 പിന്നെ 0,1 ഇങ്ങനെ അങ്ങ് പോകും. രണ്ടാമത്തത് ഒറിജിനെ കൂടി പാസ് ചെയ്യണ സ്ട്രേറ്റ് ലൈൻ. ഇങ്ങനെയാണോ വന്ന? ചില സമയത്ത് നീ പറഞ്ഞില്ലേ ഈ ഒരു സംഭവം കൺസിഡർ ഇത് കൺസിഡർ ചെയ്യേണ്ടി വന്നത് എപ്പോഴാ? എക്സും വൈയും ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഫസ്റ്റും സെക്കൻഡ് ക്വാഡ്രന്റ് മാത്രം എടുത്താൽ മതി നമുക്ക്. പക്ഷെ ഈ 3 ലൈനും ഇതും ഈ ഒരു ലൈനും പിന്നെ ഈ പറഞ്ഞ എക്സും വൈയും ഗ്രേറ്റർ ദാൻ 0 അതും കൂടി കൺസിഡർ ചെയ്യണം. എന്ത് വരുന്ന ഒരു കോമൺ റീജിയൻ ഇതിന്റെ അകത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്താ നോ ഫീസിബിൾ സൊല്യൂഷൻ. ഇതിന് സൊല്യൂഷൻ ഇല്ല. അല്ല ഇത് താഴേക്ക് നോ ഫീസിബിൾ റീജിയൻ. ഇതിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഈ ചാപ്റ്ററിന്. ട്രിക്കി ആയിട്ടൊന്നും ചോദിക്കൂല ഇതിന്ന് മെയിൻ ആയിട്ട്. പിന്നെ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കിയിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ? നമുക്ക് കൺസ്ട്രെയിൻ തരില്ല. അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ലാടാ നിനക്ക്? ഒരു എക്സസൈസ് ഉള്ളൂ. അത് ഒരെണ്ണം ചെയ്ത് നോക്കാം. എന്നിട്ട് ചിലപ്പോ ചോദിച്ചാലോ. അതുപോലത്തെ ചിലപ്പോ ചോദിച്ചാലോ. ഒരെണ്ണം ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 kg of cake requires 200 gram of maida and 25 gram of fat. And another kind of cake requires 100 gram of maida and 50 gram of fat. Find the maximum number of cake. Find the maximum number of cake which can be made from 5 kg of maida and 1 kg of fat. Find the maximum number of cake which can be made from 5 kg of maida and 1 kg of fat, assuming that there is no shortage of other ingredients used in making the cake. നമ്മൾ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കിയിട്ട് ലീനിയർ പ്രോഗ്രാം ചെയ്യുന്ന എങ്ങനെ ചെയ്യണമെന്ന് നോക്കണം സൊല്യൂഷൻ.
one kind of cake requires അല്ല ആദ്യം തുടങ്ങി പറയണേ. One kind of cake requires 200 gram of maida and 25 gram of fat. One kind of cake requires 200 gram of maida and 25 gram of fat. And another kind of cake requires 100 gram of maida and 50 gram of fat. Find the maximum number of cake. Find the maximum number of cake which can be made from. Find the maximum number of cake which can be made from 5 kg of maida and 1 kg of fat. Assuming that there is no shortage of the other ingredients. Find the maximum number of cake which can be made from 5 kg of maida and 1 kg of fat. Assuming that there is no shortage of other ingredients used in making the cake. ഒരെണ്ണത്തിന്റെ കാര്യം എന്താ, ഒരു രീതിയിലുള്ള ഒരു കേക്ക് ഉണ്ട്, അതായത് വൺ ടൈപ്പ് ചോക്ലേറ്റും പിന്നെ വേറെ എന്താ ഉള്ളത്, വാനില നോക്കാം. അപ്പൊ അതില് വൺ കൈൻഡ് ഓഫ് കേക്ക് റിക്വസ്റ്റ്. ആ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ എത്ര വേണം എന്ന് പറഞ്ഞാൽ 200 gram ഓഫ് മൈദ വേണം. പിന്നെ എന്തും വേണം, പിന്നെന്താ വേണ്ടത്, 25 gram ഓഫ് ഫാറ്റും വേണം അല്ലെ. മറ്റേ ടൈപ്പ് ആണെങ്കിൽ 100 gram വേണം, 15 gram ഫാറ്റും വേണം. അങ്ങനെയല്ലേ പറഞ്ഞേക്കണം. അപ്പൊ ഇവര് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കണത്, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, 5 kg എന്തോ ഉള്ളൂ, ടോട്ടല് 5 kg ഓഫ് മൈദേ ഉള്ളൂ. പിന്നെ അതുപോലെ എന്തുണ്ട്, 1 kg ഫാറ്റും ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടൈപ്പ് കേക്കും മാക്സിമം എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും, അതാ ചോദ്യം വന്നേക്കണം. നമ്മുടെ കയ്യിൽ ആകെ 5 kg മൈദ ഉണ്ട്, 1 kg ഫാറ്റും ഉണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് എന്താണ് ഈ ചോക്ലേറ്റ് കേക്കും വാനില മാക്സിമം എന്തോരം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒന്നും വേസ്റ്റ് ആയി പോകാനും പാടില്ല സാധനങ്ങൾ, അങ്ങനെ ഉദ്ദേശിക്കണം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ ഇതിൽ കൺസ്ട്രെയിൻസ് തന്നിട്ടില്ല, നമുക്ക് കൺസ്ട്രെയിൻസ് എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടി വരും. അപ്പൊ ആകെ നോക്കിക്കേ 5 kg ഉണ്ട് ഫാറ്റ്. അപ്പൊ ഇതിന്റെ കാര്യം തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതെത്രയാ, മൈദയുടെ ഇത് എത്രയാ, 200 gram ആണ് അല്ലെ. മറ്റേത് എത്രയാ വന്നേക്കണം. അപ്പൊ ഇതിനെ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഓഫ് കേക്കിനെ നമുക്ക് എന്ത് ചെയ്താം, എക്സ് എന്ന് പേര് വിളിക്കാം. ദ നമ്പർ ഓഫ് കേക്ക് മേഡ് അപ്പ് ഓഫ് ഫസ്റ്റ് കൈൻഡ്, അതാണ് എക്സ്. അതായത് എക്സിൽ ഈ ടൈപ്പ് കേക്ക് എക്സ് എണ്ണം ഉണ്ടാക്കാന്ന് വിചാരിക്കാം. ഈ കേക്ക് എന്താ, വൈ എണ്ണം ഉണ്ട്. അപ്പൊ ഏതൊക്കെ ലെറ്റർ, നമ്പർ ഓഫ് കേക്ക്സ് മെയ്ഡ് ഓഫ് ഫസ്റ്റ് കൈൻഡ് ഈസ് എക്സ് ആൻഡ് അതർ കൈൻഡ് ഈസ് വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കേക്ക് ഉണ്ടാക്കാന്ന് എങ്ങനെ കണ്ടുപിടിക്കും, ഈ 20 gram മൈദ വെച്ചിട്ട് അതിന്റെ കൺസെപ്റ്റ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, 200 gram ഇൻറ്റു നമ്പർ ഓഫ് കേക്ക്സ് അല്ലെ. അതായിരിക്കണം എന്ത് ഫസ്റ്റത്തെ കൺസ്ട്രെയിൻ, എക്സ് പ്ലസ് അപ്പുറത്തുനിന്ന് എത്ര എടുക്കാം, 100 ഇൻറ്റു വൈ. എന്തിൽ താഴെ വരാൻ പാടുള്ളൂ, എന്തിൽ താഴെ വരാൻ പാടുള്ളൂ, 5 kg മാത്രമേ താഴെ വരാൻ പാടുള്ളൂ. 5 kg നമ്മൾ എന്തിലോട്ട് മാറ്റുന്ന, mg ലോട്ട് മാറ്റുമ്പോൾ 5000 ആകും അല്ലെ. അതിന്റെ അർത്ഥം എന്താ പറഞ്ഞേക്കണ, അതായത് 200 gram ഉള്ള ഇപ്പൊ 5 കേക്ക് ആണെങ്കിൽ ടോട്ടൽ എത്ര വരും, 1000 കേക്ക്. 5 കേക്ക് ആണെങ്കിൽ നമുക്ക് എത്ര വേണ്ടി വരും, മൈദ 1000 വേണ്ടി വരും. ഇവിടെ വൈ എത്ര നമുക്കറിയാം. അപ്പൊ എത്ര ഉണ്ടാക്കാൻ പറ്റും, 5 kg കൊണ്ട് മാക്സിമം ഉണ്ടാക്കാൻ എത്ര പറ്റും എന്നുള്ളതാണ് ഇവിടെ ഈ കൺസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കൺസ്റ്റന്റ് എങ്ങനെ വരും, അപ്പൊ
അപ്പൊ ഒരേപോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, കൺസ്ട്രെയിൻ ഉണ്ടാക്കാൻ. പിന്നെ നമ്മുടെ ഗീവൻ കണ്ടീഷൻ എടുക്കാം. 25 ഗ്രാമിന് നമുക്ക് എന്ത് എഴുതാം, 25 ഇൻറ്റു എക്സ് അല്ലെ, പ്ലസ് 15 ഗ്രാം ഇൻറ്റു വൈ എങ്ങനെ വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും, 40 വരും അല്ലെ. 40 അല്ലേടാ, 1 kg. 1 kg എന്ന് പറയുന്നത് 1000. അപ്പൊ ഒരു കൺസ്ട്രെയിൻ ആയി, 2 കൺസ്ട്രെയിൻ കിട്ടി. പിന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കണം, എത്ര എണ്ണം ഉണ്ടാക്കാൻ. അപ്പൊ മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ വരുള്ളൂ. മാക്സിമൈസ് എന്തായിരിക്കും അതിന്റെ ഫംഗ്ഷൻ, എങ്ങനെ വരും, മാക്സിമൈസ് എക്സ് പ്ലസ് വൈ എന്ന് വരും. മാക്സിമം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. മനസ്സിലായോ ക്വസ്റ്റ്യൻ? ഇനി ഈ കൺസ്ട്രെയിൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ രീതിയിൽ സോൾവ് ചെയ്യാം. ശരിക്കും ഇതിന്റെ സൊല്യൂഷൻ എളുപ്പമായിരിക്കും, പക്ഷെ കൺസ്ട്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും കുറച്ച് ആലോചിക്കേണ്ടി വരിക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം എക്സാമിന്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഒരേപോലെയുള്ള സാധനങ്ങൾ വേണം പെയർ ചെയ്തിട്ട് കൺസ്ട്രെയിൻ ഉണ്ടാക്കാൻ. പിന്നെ ഒരു കണ്ടീഷൻ അവർ ലാസ്റ്റ് തന്നിട്ടുണ്ടാവും, ഇത്ര സാധനങ്ങളാണെങ്കിൽ മാക്സിമം നമ്മുടെ അടുത്ത് ഇത്ര സാധനങ്ങളുള്ളൂ. അതായിരിക്കും നമ്മുടെ ഇവിടത്തെ വരുന്ന കൺസ്ട്രെയിൻസ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ചാപ്റ്ററിന്റെ, പക്ഷെ എക്സസൈസിൽ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ല. എക്സസൈസിൽ എക്സാമ്പിൾ ചെയ്തോ. ഇനി എന്താ ഗ്രാഫ് വരയ്ക്കാം, പിന്നെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. നോക്കട്ടെ. എത്രയാണോ എക്സ് ഈക്വൽ ടു എത്രയാടാ, തിരിച്ചാണല്ലോ.
തിരിച്ചാണല്ലോ സംഭവം. x ഈക്വൽ ടു 20 y ഈക്വൽ ടു 10 അങ്ങനെയാണോ എന്നാ? കിട്ടിയ അയാൾക്ക് കിട്ടിയാ ചെയ്തോട്ടെ. അത് ഞാൻ അടുത്ത ദിവസം ചെയ്തോട്ടെ. കിട്ടിയാ പതിയെ ചെയ്താൽ മതി. ഗ്രാഫ് ഇങ്ങനെ വന്നാടാ. ആ 2 ഗ്രാഫല്ലേ ഇങ്ങനല്ലേ വന്നത്. ആ മാക്സ് നമ്മുടെ സബ്ജക്ട് എന്താ, എത്ര നമ്പർ, അതായത് 2 ടൈപ്പ് കേക്കും എത്ര എണ്ണം മാക്സിമം ഉണ്ടാക്കാൻ പറ്റും. അതാണ് മാക്സിമൈസ് എക്സ് പ്ലസ് വൈ ഇട്ടേക്കണം നമുക്ക്. അപ്പൊ നമുക്കിവിടെ പോയിന്റ് കിട്ടിയല്ലോ. അപ്പൊ മാക്സിമൈസ് എന്താണ്, z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അപ്പൊ നമ്മുടെ ഫീസിബിൾ റീജിയൻ ഓരോ പോയിന്റിലും ഇതാണ് നമ്മുടെ റീജിയൻ അല്ലെ. ഇത് അപ്പൊ എക്സിനും വൈക്കും ആദ്യം വാല്യൂ ഇട്ട് കൊടുക്കുക. ആദ്യത്തെ പോയിന്റ് എന്താ, നമ്മുടെ z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ 0 0 ഇട്ട് കൊടുക്കുക. എന്തെടുക്കുക, 0 പ്ലസ് 0 എന്താ 0 കിട്ടും. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ഓരോ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഏതിലാണ് മാക്സിമം മണി നോക്കാം. അതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ. ആ അതായത് എക്സ് ഈക്വൽ ടു 20 വൈ ഈക്വൽ ടു 10. എത്ര കേക്ക് ഉണ്ടാക്കാം മാക്സിമം? 30 കേക്ക് ഉണ്ടാക്കാം. എക്സ് ടൈപ്പ് എത്രണ്ണം ഉണ്ടാക്കാം? ചോക്ലേറ്റ് കേക്ക് 20 എണ്ണം, മറ്റേ കേക്കും 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴാണ് സാധനങ്ങൾ വേസ്റ്റ് ചെയ്യാണ്ട് മാക്സിമം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഡെയിലി ആപ്ലിക്കേഷൻസിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അറിയില്ല കേട്ടോ. എക്സ് പ്ലസ് ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മാക്സിമൈസ്. അപ്പൊ ഓരോ ഗ്രാഫിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പോയിന്റ്സ് ഇട്ട് കൊടുത്തിട്ട് റീജിയൻ കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് പ്ലസ് 2y ആകുമ്പോ എക്സിന് 0 കൊടുക്കുക, വൈക്ക് എത്ര കിട്ടും, അങ്ങനെ കൊടുക്കും. ഇത് വരെ മാക്സിമൈസ് ആണിത്. z is equal to minus x plus 2. അത് ചെയ്തു ഇയാള്. ഇതെത്രേ ഉള്ളൂ, ഇതിന്റെ സൊല്യൂഷൻ എത്ര ഉള്ളേ.
എത്ര കിട്ടി നിനക്ക്? -2. വെറുതെ -2 ഇസെറ്റിന്റെ വാല്യൂ ആണ് നീ പറഞ്ഞത്. മാക്സിമം വാല്യൂ -2 അല്ലല്ല 1 വരുന്നല്ല. 3,2 എന്ന് പറഞ്ഞൊരു പോയിന്റും കൂടി ഉണ്ടല്ലോ. 3,2 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ? എവിടെ എന്റെ ഗ്രാഫ് വരച്ച്? ഇങ്ങനെയല്ലല്ലോ ഗ്രാഫ് വന്നേക്കണം. റീജിയൻ ഇത് കാണിച്ചത് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3. അപ്പൊ അത് വരച്ചാ നീ അത് വരച്ചിട്ട് അവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഗ്രാഫ് നമ്മൾ ഇങ്ങനെ വരക്കണല്ല. എക്സ് ഈക്വൽ ടു 3 വരുമ്പോഴത്തേക്ക് ഇവിടെ വരും. അപ്പൊ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അങ്ങോട്ടേക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ റീജിയൻ മാറും. അങ്ങോട്ട് വരും. ഷെയ്ഡ് വരച്ചാ എല്ലാ കൺസ്ട്രെയിൻസും നമ്മൾ വരയ്ക്കണം. അപ്പൊ ആദ്യം നമ്മൾ ഓരോ എക്സ് ഗ്രേറ്റർ ദാൻ 3 അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളതിന്റെ പോയിന്റ്സ് കണ്ടുപിടിക്കാം. അപ്പൊ x+y എന്താണ് ഈക്വൽ ടു 5 എന്നിട്ടിട്ട് എക്സിന് 0 കൊടുക്കുക. വൈയുടെ വാല്യൂ എന്ത് കിട്ടും നമുക്ക്? y എന്ത് കിട്ടും? 5 കിട്ടും. അപ്പൊ എന്താ ഒരു പോയിന്റ് കിട്ടി? എന്ത്? 0,5. പിന്നെ വൈക്ക് 0 കൊടുക്കുക. അപ്പൊ x ഈക്വൽ ടു എന്ത് കിട്ടും? 5,0 അല്ലെ? അത് പ്ലോട്ട് ചെയ്യാം. അപ്പൊ ഒരു 3 പോയിന്റെങ്കിലും കൊടുത്ത് പ്ലോട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ ഗ്രാഫ് വരുന്നത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരണം ഇതിന്റെ ഗ്രാഫ്. എടാ ഒരു കണ്ടീഷനും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ മറന്നുപോയി. y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5. അതും കൂടി വരയ്ക്കുമ്പോ ആ ഒരു റീജിയനെ കൂടി കൺസിഡർ ചെയ്തേ. അല്ലല്ല അതില്ല കറക്റ്റാ, അതുണ്ടായില്ല. ഇത്രേ ഉള്ളൂ. എത്രയാ വന്നത് നിനക്ക്? അൺബൗണ്ടഡ് മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ ക്വസ്റ്റ്യൻ? എന്താണ്? ഇനി എല്ലാം വരച്ചു നോക്കിക്കേ. എക്സ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ഈക്വൽ ടു 3 കൂടി വരച്ചേ. പിന്നെ വേറൊരു പിന്നെ ആൻസർ ആൻസർ എത്ര കിട്ടിയത്? ഇവിടെ ഫീസിബിൾ റീജിയൻ എന്താന്ന് കേട്ടെ? അൺബൗണ്ടഡാ വരച്ച് കഴിയുമ്പോ. അപ്പൊ എന്താ കാറ്റുകൊള്ളു കുറച്ചു നേരം. കളിക്കാൻ പോണ ഹെൽമെറ്റ് എന്തിനാ? നീ സൈക്കിളിനാ പോയ? അൺബൗണ്ടഡാ, ഫീസിബിൾ റീജിയൻ ഇല്ല കേട്ടാ. The maximum value z is 1 but the feasible region is unbounded ആണ്. There is no maximum value, അതുകൊണ്ടില്ല. അൺബൗണ്ടഡ് ആയതുകൊണ്ടിട്ട് കേട്ടാ. അൺബൗണ്ടഡ് ആണെങ്കിൽ എന്തില്ല? സൊല്യൂഷൻ ഇല്ലാന്ന് കണ്ടുപിടിച്ച് വെക്കണം. പക്ഷെ മാക്സിമം ഇവിടെ എന്താ? റീജിയൻ അൺബൗണ്ടഡ് ആയതുകൊണ്ടിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഗ്രാഫിക്കലി നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏതൊക്കെ ഈ പോയിന്റ്സുകളെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാം കേട്ടോ.
എടുക്ക് ലീനിയർ പ്രോഗ്രാം. അല്ലെങ്കിൽ ഇവിടെ വരെ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ മാക്സിമം കണ്ടുപിടിച്ച് വെക്കുക നിങ്ങള്. 4 മണിക്ക്. മണി എത്ര? എത്ര മണിയായടാ? ടെക്സ്റ്റ് എടുത്തേടാ. ഇയാളുടെ എടുത്തിട്ടുണ്ടോ ടെക്സ്റ്റ്? ടെക്സ്റ്റ് എടുക്കടാ, ഫോൺ എടുക്കാനല്ല പറഞ്ഞ. നിങ്ങൾ തന്നെ ഇവിടെ ടെക്സ്റ്റ് എടുക്ക. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യേ. അതുകൊണ്ട് കഴിഞ്ഞ തേർഡ് 1 എക്സൈസ് 12.1 അത് തന്നെ തേർഡ്. ഇത് ചെയ്യടാ. ഇൻസ്റ്റ നോക്കാണ്ട് കുത്തിയിടാൻ പറ്റില്ല, ചാർജർ ഇല്ലടാ ഇവിടെ. എന്തേലും ഇല്ല, ഞാൻ ചാർജർ കൊണ്ടുവരാറില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യും. എടുക്കെടുക്ക്, വേഗം എടുത്തേ. കൊണ്ടുവന്നാവല്ലോ, എല്ലാം ഉണ്ടല്ലോ. എന്നെടുത്ത് വെച്ചതാ തോന്നി. അതിന്റെ അടുത്തണ്ട് അങ്ങനെ തന്നെ വന്നാണ്. അതെടുത്തണ്ട് അങ്ങനെ തന്നെ വന്നാന്ന് തോന്നിയത്. കണ്ണട എവിടെ നിന്റെ? മാറ്റിയാ ലേസറാ? പിന്നെ ഈ കൊല്ലോ ക്വസ്റ്റ്യൻ ചെയ്തെടുത്തേ. ഫസ്റ്റ് അതായിരിക്കും 4:30 വന്നത്. x + y ഒരെണ്ണമുള്ള അതിൻ്റെ അകത്ത്. സേവ് ചെയ്യാൻ ചെയ്ത് എന്ത് ചെയ്യണം? x + y = 4 എന്നിരിക്കും. കൺസ്ട്രെയിൻസ് അത് എടുക്കാം. ഇനി എക്സിന് 0 കൊടുക്കുക, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിന് 0 കൊടുത്തപ്പോൾ വൈ എത്രയാണ് ഇവിടെ ചെയ്ത്? 4. വൈക്ക് 0 കൊടുത്തപ്പോൾ എക്സിന്റെ വാല്യൂ 4. ഇനി പോയിന്റ്സ് ഏതൊക്കെയാ അപ്പൊ കിട്ടി നിനക്ക്? വരക്ക്. അപ്പൊ ഏതാ ഫീച്ചർ റീജിയൻ? അതായത് എക്സിനും വൈക്കും 0 ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം, ഇവിടെയുള്ള പോയിന്റ്. ഇതിന്റെ ഉള്ളിൽ വരണ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ എത്ര? 0 0 ഇട്ടു. എപ്പോഴും 0 0 ഇട്ട് കൊടുക്കണേ നല്ലത്. 0 0 എടുക്കുമ്പോൾ <4 ആണ്, ട്രൂ ആണത്. അപ്പൊ ഒറിജിനിലോട്ട് ഷെയ്ഡ് ചെയ്യാം. ആ പോയിന്റ് എവിടെയുള്ളോ അങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യാം. അപ്പൊ ഏതാ റീജിയൻ? അത്. പിന്നെ അതിൽ നിന്ന് മാക്സിമൈസ് വരുന്ന ഏത് വാല്യൂ ഒന്ന് കണ്ടുപിടിക്കും. പോയിന്റ് ഒക്കെ അത് എഴുതി വെച്ച് ഇവിടെ 0,4 ആണോ? 4,0. പിന്നെ ഏത് വരും? ഒറിജിനും വരും. കണ്ടുപിടിച്ചേ. ഇനി മാക്സിമൈസ് z = 3x + 4y ഇട്ട് കൊടുക്കാം പോയിന്റ്. അതായിരിക്കും z = 3x + മാക്സിമം മാത്രം കണ്ടുപിടിച്ചാൽ മതി. മാക്സിമൈസ് എന്നല്ലേ ക്വസ്റ്റ്യൻ. മാക്സിമൈസ് എന്ത് ചെയ്യണം? മാക്സിമം വാല്യൂ 16 എവിടെയാണ് ഉള്ളത്? അത് അറ്റ് x = അത് എഴുതണേ. അറ്റ് x = 0 ആൻഡ് y = 4.
നീ അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യും. സമയമായിട്ടില്ല. അത് ഞാൻ എടുത്തു തരാം കോള് വരുമ്പോ. നീ ഇവിടെ വരുമ്പോ ആദ്യം നിന്നെ കൊണ്ട് ഫോൺ എടുത്ത് മാറ്റിക്കണം. അതാണ് വന്നിട്ടില്ല കോള്. ചെയ്തോ, എന്റെ അല്ല. നീ എന്താ ടെൻഷൻ ആവണ? ഇതെന്റെ ഫോണാ. ഓ ടെൻഷൻ ആയല്ലേ. കിട്ടിയാടാ? തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ? മാക്സിമം വാല്യൂ എത്ര? അത്രേ ഉള്ളൂ. സെവൻത്ത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് കഴിഞ്ഞു. പേപ്പർ കിട്ടിയാ? ജയിച്ചാ? അന്ന് നീ പറഞ്ഞാടാ. അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായില്ല എക്സാം? മോഡൽ ഉണ്ടായില്ല? സെക്കൻഡ് മോഡലോ? എപ്പോഴാ? അതിനെങ്കിലും ജയിക്കണോട്ടാ. വളരെ കണ്ടിട്ട് നിന്റെ അല്ല എൻ്റെ. പിന്നെ അവന് ടെൻഷൻ. അവിടെ ഇരുന്നോട്ടെ, ഞാനത് നോക്കണില്ല. അതുപോലെ ഇല്ല, ലോക്കാണ്. ഇവിടെ നോക്കിയപ്പോ 20,19. എക്സ് ഈക്വൽ ടു 20,9, വൈ ഈക്വൽ ടു
പോയിന്റ് ആണോ? അല്ലല്ലോ. ആ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റുകൾ മാർക്ക് ചെയ്തായിരുന്നാ? എവിടെ പോയിന്റ്സ് എവിടെ? ആ സോൾവ് ചെയ്തപ്പോ എത്ര കിട്ടി? 20/19 അല്ലേ ഇത്? ആ ബൈ 19 സോൾവ് ചെയ്തപ്പോ കിട്ടുന്ന പോയിന്റ്, ആ നടുക്കത്തെ പോയിന്റ് 20/19. മറ്റേത് തിരിഞ്ഞു പോയി എക്സ് 20/19, വൈ 45/19. നോക്കിക്കേ. അപ്പൊ അതാണ് അതിന്റെ സൊല്യൂഷൻ. ഇസഡിന്റെ വാല്യൂ എത്ര കിട്ടും? മാക്സിമം വാല്യൂ 157 അല്ല, 235. നോക്കിക്കേ. ഇനി ആ പോയിന്റുകൾ കൊണ്ട് അതിൽ ഇട്ട് കൊടുക്കുക. എക്സിന്റെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടിയില്ലേ? ഇനി ആ എല്ലാ പോയിന്റുകളും ഇസഡി കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോ എത്ര കിട്ടും നോക്കിക്കേ. കിട്ടിയില്ലേടാ? കേട്ടടാ? മിനിമൈസ് ആണ്, മിനിമം ആണ്. 135, 235. ആ ഇസഡ് എന്തായിരുന്നു? 5x + 3y അല്ലേ? 20/19 പ്ലസ് 3 ഇൻറ്റു നിങ്ങൾക്ക് എത്ര കിട്ടിയത്? സീറോനെക്കാട്ടും ചെറിയൊരു വാല്യൂ കൂടി വരുന്നുണ്ട്, -12. 4,0 4,0 ഏതാ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്തേ, ഫിഫ്ത്ത് വൺ. നീ ഫിഫ്ത്ത് എത്താം. എവിടെ? അവിടെ നോക്കട്ടെ. ഇസഡ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 5x + 3y. എക്സ് എന്തായിരുന്നു? പ്ലസ് വൈ 3 ഇൻറ്റു അപ്പോൾ 5 × 20 എന്ന് പറയുമ്പോഴത്തേക്കും 100. 45 × 3 135 അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്യണ്ടേ ഇനി? ഇസഡ് ഈക്വൽ ടു രണ്ടും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഡിനോമിനേറ്റർ സെയിം അല്ലേ? അതെ, 235. അതെങ്ങനെ 100 + 135 അല്ലേ? പഠിച്ച് കിളിയൊക്കെ പറന്നു പോയാ. എന്താണ് ഇത്ര സമയമൊക്കെ എടുക്കണം? ഇത്ര സമയം എടുക്കണേന്ന്? 7. മിനിമം വാല്യൂ ഓഫ് ഇസഡ് അറ്റ് 300. അല്ല, മിനിമം വാല്യൂ 300 ആണ്. മാക്സിമം വാല്യൂ 600. 3 പോയിന്റ്സ് വരും. എയിലും 120.0, 16.30, 16,30. 2 പോയിന്റിൽ മാക്സിമം വാല്യൂ വരും. മിനിമം വാല്യൂ 1 പോയിന്റിൽ വരും, 16,0. 60,0. കിട്ടില്ലേ? പോയിന്റ്സ് ഏതൊക്കെ കിട്ടിയത്? റീജിയൻ
ഇതെവിടെ ഗ്രാഫ് കാണിച്ചതിന്റെ ഗ്രാഫ് തെറ്റാണല്ലോ. ഇവിടെയാണോ ഫീസിബിൾ റീജിയൻ വന്നത്? പോയിന്റ്സ് ഇട്ട് കൊടുത്തായിരുന്നാ നീ? അപ്പൊ ഏതിലാ വന്ന് ഇങ്ങോട്ട് എങ്ങനെ വന്ന് ഫീസിബിൾ റീജിയൻ? ഈ ലൈൻ കൺസിഡർ ചെയ്യാം. താഴേക്കാണ്. ഓക്കെ. പിന്നെ ഇതാ ഈ ലൈൻ അല്ല, ഇത് മുകളിലോട്ടാവാണ്ടേണല്ലോ ഈ ലൈൻ. ഇത് നോക്കിയേ, റീജിയൻ മാറിപ്പോയാ ആൻസർ വെക്കൂ കേട്ടോ. ചൂസ് ചെയ്യാം. കിട്ടിയാ? നിന്റെ ഫോൺ അല്ലടാ, ഇത് എന്റെ ഫോണാ. റീജിയൻ റീജിയൻ ഇത് ഇങ്ങനെ വരും. ഈ ഏരിയ ഈ സാധനങ്ങൾ അതാണെന്ന് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എക്സ് എന്തായാലും മുകളിലോട്ട് വരും, ഷെയ്ഡ് ചെയ്താണ് ഇത്. പിന്നെ ഈ ലൈൻ നോക്കാം. ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് പ്ലസ് വൈ. ഏത്? ഇത് മുകളിലോട്ടാണോ? ഈ ലൈൻ ഇതല്ലേ? 0 അല്ല. അപ്പൊ ഇവിടെയുള്ള ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. ഏതാ അടുത്ത് ഇട്ട് കൊടുക്കാം? ഇക്വേഷൻ എന്താ അതിന്റെ? 13,20. അത് എവിടെ വരും? 13,20 ചിലപ്പോൾ മോളിൽ പോകില്ല. അതിന്റെ 20,0 ഇട്ട് കൊടുത്തോ. ഈ ലൈൻ അല്ലേ നീ എടുക്കണം? അപ്പൊ 20,0 ഇട്ട് കൊടുത്തോ. ഈ ഒറിജിനൽ ലൈൻ ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ ഏതായിരുന്നു? എക്സ് മൈനസ് 2y = 0. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. എക്സ് വൈ എക്സ് മൈനസ് 2y അപ്പൊ എക്സ് മൈനസ് 2y = 0 എന്ന് കൊടുക്കാം. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? y 2y = 0. അതായത് y = 0. ഒറിജിനൽ കൂടിയുള്ള ലൈൻ അതിങ്ങനെ. വേറൊരു പോയിന്റ് ഇട്ട് കൊടുത്തേ. =0. അത് രണ്ടും അങ്ങനെ. വേറൊരു പോയിന്റ് ഇട്ട് കൊടുത്തേ. ഇപ്പൊ എക്സിന് 0 കൊടുത്തു, വൈക്ക് 0 കൊടുത്തപ്പോ എത്ര കിട്ടി? എക്സിന് 1 വൈക്ക് 1 വൈ ഇട്ട് കൊടുത്തേ. x = 1 ഇട്ട് കൊടുക്കുമ്പോ y എത്രയാ നോക്കിയേ? 50. സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേടാ? എന്താ കിട്ടിയ? മാക്സിമം ഏത് പോയിന്റാ? മാക്സിമം വാല്യൂ 15 15 അല്ലല്ല 18 ആണ്. നോക്കിക്കേ, എല്ലാ പോയിന്റും എടുത്ത് നോക്കിയാടാ നീ. ഒരെണ്ണം എടുത്ത് നോക്കിയാളാ. ഇത് നോക്കിയേ, ഈ പോയിന്റ്. അത് നോക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും ആ പോയിന്റ്? ഈ ലൈനും ഈ ലൈനിന്റെ ഇക്വേഷനും കൂടി സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചേ. അതായത് ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്തിട്ട് അതും കൂടി മാർക്ക് ചെയ്യും. അതെവിടെ വരും? x1 y 0.5. അപ്പൊ അല്ല, ഇവിടെ x1 അപ്പൊ ഈ ഒരു പോയിന്റ് കണ്ടോ? ഇങ്ങനെ. അപ്പൊ ഈ 0 ഇങ്ങോട്ട് സ്ട്രൈറ്റ് വരും. അങ്ങനെ വേറൊരു പോയിന്റ് കൂടെ കൺസിഡർ ചെയ്യാം കേട്ടോ. വേണ്ട, ഇപ്പൊ ലൈൻ വരച്ചില്ലേ നമ്മള്? ഇനി അതിൽ എവിടെ വരും റീജിയൻ? ഇപ്പൊ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ 3 ലൈൻസും കൂടി വരുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയല്ലെന്ന് നോക്കാം. 3 കൂടി സാറ്റിസ്ഫൈ ചെയ്യണല്ലോ. ഇപ്പൊ നമുക്ക് പോയിന്റ് കണ്ടുപിടിച്ച റീജിയൻ കണ്ടുപിടിക്കാം. അതൊക്കെ ഇപ്പൊ അത് ഈ ലൈൻ വരയ്ക്കുമ്പോ തന്നെ മോളെ ഇക്വേഷൻ എഴുതി വെച്ചേ. ഏത് ലൈനാണ് വരച്ചേക്കണം എന്നുള്ള ആ ഇക്വേഷൻ എഴുതി വെക്കും. മിനിമം 16 ആണോ? ഏത് പോയിന്റിലാ? ആ പോയിന്റ് എത്ര? അത് കണ്ടുപിടിക്കും. വെറുതെ അങ്ങനെ പറയണേ. ആ പോയിന്റ് കണ്ടുപിടിക്കണേ. സോൾവ് ചെയ്യും. x + 2y
ആ 3x plus y equal to 15. ആ മടി വേണ്ട. ഇപ്പൊ ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 3x 3 6 മൈനസ് ചെയ്ത് കണ്ടുപിടിക്കും എക്സിന്റെ വാല്യൂ കിട്ടിയാടാ? എന്താ ചിരിക്കണ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യേ. കിട്ടിയാ? ആ ഇനി ഇപ്പൊ ഷെയ്ഡ് ചെയ്ത് എങ്ങനെയാ നോക്കിയിട്ടാ ഷെയ്ഡ് ചെയ്തത്? ഇതെല്ലാം ഷെയ്ഡ് ചെയ്തോ? ഏതിന്റെ? ആ അതിന്റെ താഴത്തോട്ടാ. ആ ഇതിന്റെ ഇങ്ങോട്ടും ഈ ലൈൻ ഫുൾ അങ്ങോട്ടും. ആ അപ്പൊ ഇതിന്റെ ഇങ്ങോട്ടും അല്ലെ, ഇതിന്റെ ഈ ലൈനിന്റെ മുകളിലോട്ട്. അപ്പൊ ഇതങ്ങനെ മുകളിലോട്ട് ഷെയ്ഡ്. അപ്പൊ ഏകദേശം ഇവര് വന്നത് കണ്ട ഇവിടെയാണ് കോമൺ റീജൻ. ഇനി ഇതിന്റെ നോക്കണം, ഈ ലൈൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണല്ലോ. അപ്പൊ ഈ ലൈൻ കൺസിഡർ ചെയ്ത് നമുക്ക് 0,0 എടുക്കാൻ പറ്റില്ല, കാരണം അതിൽ കൂടിയാണ് ഇത് പാസ് ചെയ്തേക്കണം. അപ്പൊ ഇവിടെ അടിയിലുള്ള ഒരു പോയിന്റ് എടുക്കുക, അല്ലെങ്കിൽ മുകളിലുള്ള ഒരു പോയിന്റ് എടുക്കാം. മുകളിലുള്ള പോയിന്റ് എടുക്കണമെങ്കിൽ ഇതെടുക്കാം, ഇവിടെയുള്ള ഏതെങ്കിലും പോയിന്റ് എടുക്കാം. അല്ലെങ്കിൽ അടിയിലുള്ള പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ 15 അല്ലേ മാർക്ക് ചെയ്തേക്കണം. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ 15,0 ആ പോയിന്റ് ആണ് എടുത്തേക്കണം. ഈ ഇക്വേഷൻ ഏതായിരുന്നു? ഇതല്ലേ ഈ ലൈനിന്റെ ആ അതിൽ കൂടിയാണ് പോയേക്കണം. അപ്പൊ ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം നമുക്ക് അറിയില്ല, കാരണം 0,0 കൂടിയല്ലേ പാസ് ചെയ്തേക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഇതിന്റെ താഴെയുള്ള ഒരു പോയിന്റ് എടുക്കാം, മുകളിലുള്ള പോയിന്റ് എടുക്കാം. അപ്പൊ ഇവിടെ ആക്സിസിലുള്ള പോയിന്റ് എടുത്താൽ മതി, അതായിരിക്കും കുറച്ച് എളുപ്പം. അപ്പൊ 5,0 താഴെയുള്ള പോയിന്റ് എടുത്ത് ഇക്വേഷൻ ഏതായിരുന്നു? എക്സ് മൈനസ് 2y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പൊ എക്സിന് എന്ത് കൊടുക്കുക? 15 മൈനസ് 2 into 0 0 തന്നെ. അപ്പൊ 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പൊ നോക്കിക്കേ, 0-നെക്കാട്ടും വലുതാണ് 15 അല്ലെ? അപ്പൊ അത് ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവരാം ഷെയ്ഡ് ചെയ്ത്. ആ 0ന്റെ അടുത്തോട്ടല്ല, നമ്മൾ എടുത്ത പോയിന്റിന്റെ അടുത്തോട്ട്. അപ്പൊ എങ്ങോട്ട് വരുന്ന റീജിയൻ കണ്ട? ഇങ്ങോട്ട് കണ്ട? മനസ്സിലായ? തെറ്റ്. ഇപ്പൊ ഇവിടത്തെ പോയിന്റ് അടുത്തെന്ന് വിചാരിക്കും. ഇപ്പൊ ഇയാള് 100, ഇവിടത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 0,100 അടുത്തെന്ന് വിചാരിച്ചു. അപ്പൊ അത് ഞാൻ ഇതിൽ കൊണ്ട് ഇട്ട് കൊടുക്കണേ. അപ്പൊ ഇക്വേഷൻ ഇതല്ലേ ഇക്വേഷൻ? അപ്പൊ 0 മൈനസ് 2 into 100 ഗ്രേറ്റർ ഈക്വൽ ടു. അപ്പൊ മൈനസ് 200 എന്താ? ഗ്രേറ്റർ. ഇപ്പൊ ഇത് തെറ്റാണല്ലോ. തെറ്റായതുകൊണ്ട് അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യരുത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യാം. അതിന്റെ അടുത്തോട്ട് ഒരിക്കലും ഷെയ്ഡ് ചെയ്യരുത്. ആ ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് അപ്പോഴും സെയിം തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഏത് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഇവിടത്തെ പോയിന്റ് എടുക്കാം, അല്ലെങ്കിൽ അടിയിലത്തെ പോയിന്റ് എടുക്കാം. ഏതാ? ആ റീജിയൻ. അതെ. ഒരിക്കലും 0 കൂടി കടന്നു പോകുന്ന ലൈൻ ആണെങ്കിൽ ആ പോയിന്റ് എടുക്കരുത് ഒരിക്കലും. ആ ലൈനും കൂടി കൺസിഡർ ചെയ്യണം, എന്നാലും നമുക്ക് ഫീസിബിൾ റീജിയൻ കിട്ടുള്ളൂ. ഇവനിപ്പോ ഇത് കൺസിഡർ ചെയ്യാത്തോണ്ടിട്ടാണ് അവൻ അവിടെ ഫീസിബിൾ റീജിയൻ. നീ കൺസിഡർ ചെയ്തില്ലായിരുന്നാടാ? ആ ലൈൻ കൺസിഡർ ചെയ്തില്ലേ നീ? ഈ ലൈൻ ആ മാറിപ്പോയി. കിട്ടിയാ? 5 ആയിട്ടില്ല. ഓ അതില് നോട്ടിഫിക്കേഷൻ വരും അല്ലേ? കണക്ട് ചെയ്ത് വെച്ചേക്കണല്ലേ ഫോൺ. കിട്ടിയാ? -80 അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 80. 5 മണി ആയാ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്യട്ടാടാ. 5th one. ഇതാണ്. നമ്മളൊരു ഒരു ഷോളിന്റെ പോയത് എങ്ങനെ? 10th ക്വസ്റ്റ്യൻ ചെയ്ത് 10th one.
ഇപ്പൊ വെക്ടറില് ഡയറക്ഷനും പിന്നെ എന്താ മാഗ്നിറ്റ്യൂഡ് ഉള്ള സാധനങ്ങളാണ് വെക്ടർ. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ്, വെക്ടറിന് എപ്പോഴും എക്സ് ഐ അല്ല ഐ ജെ കെ ആ 3 കോമ്പണൻസ് ഉണ്ടാവും എപ്പോഴും. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് വിചാരിച്ചോ. അപ്പൊ എ ബാർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് 2j പ്ലസ് 2j അല്ല 2j പ്ലസ് ഇസഡ് കെ. ഈ വെക്ടർ ബി എന്ന് പറയുന്ന ഒരു വെക്ടറുമായിട്ട് ഈക്വൽ ആണ്. ഇസ് ഈക്വൽ ടു 2i പ്ലസ് വൈ ജെ പ്ലസ് കെ ക്യാപ്പ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്താണ് എക്സും വൈയും ഇസഡ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. കോമ്പോണൻസിന്റെ വാല്യൂ എന്തായിരിക്കുള്ളൂ? എക്സ് ആണെങ്കിൽ എന്തായിരിക്കും? രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പോണൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 2. പിന്നെന്താ വൈയുടെ വാല്യൂ എന്തായിരിക്കും? രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണ എക്സിന്റെ വൈയുടെ ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ? 2. വൈയുടെ എന്താ? വൈയും 2. ഇസഡ് എന്താ? ഇസഡ് ഈക്വൽ ടു എന്ത് വരും? കെയുടെ കൂടെ ഉള്ളത് ആരാ ഉള്ളത്? 1. അപ്പൊ ഇസഡിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി അടുത്തത് യൂണിറ്റ് ഇസഡ് ആടാ അത്. അടുത്തത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? രണ്ട് വെക്ടേഴ്സിന്റെ, അതായത് എ ബാർ ഈക്വൽ ടു ഐ പ്ലസ് 2j ഇതാണ് വെക്ടർ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിനോട്ട് ചെയ്യണത് ഇങ്ങനെയാണ്. എങ്ങനെ കണ്ടുപിടിക്കും? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് ജെയുടെ കോമൺ 2 സ്ക്വയർ. അതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കുള്ളൂ? മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കുള്ളൂ. ഇനി യൂണിറ്റ് വെക്ടറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? യൂണിറ്റ് വെക്ടർ ഡിനോട്ട് ചെയ്യണത് എ ക്യാപ്പ് വെച്ചിട്ടാണ്, വിച്ച് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ബി ക്യാപ്പ് എ ബാർ ബൈ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ അടുത്ത് ഫൈൻഡ് ദി യൂണിറ്റ് വെക്ടർ ഓഫ് എഴുതിക്കെ. ക്വസ്റ്റ്യൻ വെറുതെ എഴുതിയാൽ മതി. ഫൈൻഡ് ദി യൂണിറ്റ് വെക്ടർ ഓഫ് അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. എന്തായിരുന്നു യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ? എ ക്യാപ്പ് എന്ന് പറയും. ഇറ്റ് ഇസ് ഈക്വൽ ടു എ ബാർ ബൈ മോഡ് എ. ഇത്രയെങ്കിലും എഴുതി വെക്കണം കേട്ടോ. അപ്പൊ എ ബാർ എഴുതുക എന്താ? 2i പ്ലസ് 3j പ്ലസ് കെ. എന്നിട്ട് അതിന്റെ അടിയിൽ മാഗ്നിറ്റ്യൂഡ് എത്ര കിട്ടി? മാഗ്നിറ്റ്യൂഡ് റൂട്ട് കിട്ടിയാ? റൂട്ട് 14 കിട്ടിയാ? അപ്പൊ ഇത് റൂട്ട് 14 മാത്രം എഴുതി വെച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും കൂടെ എഴുതി വെക്കണം മുകളിൽ. അത് മാഗ്നിറ്റ്യൂഡ് ആണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോ ഈ എ ബാർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബാർ എഴുതണം, അതിന്റെ അടിയിൽ കൊണ്ട് എഴുതി വെക്കണം. ഇത് ആ വെക്ടർ തന്നെ എഴുതിട്ട് അതിന് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ്. അതാണ് യൂണിറ്റ് വെക്ടർ. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൻ വെക്ടർ. നമുക്ക് തന്നിരിക്കുന്ന ഒരു വെക്ടറിന്റെ അതേ ഡയറക്ഷനുള്ള വേറൊരു വെക്ടർ കണ്ടുപിടിക്കാൻ പറയാം. എന്ന് പറഞ്ഞ എന്ത് കണ്ടുപിടിച്ചാൽ മതി? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഫൈൻഡ് ദ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൻ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചാൽ അങ്ങനെ ആയിരിക്കും ചോദിക്കണത്. ഡയറക്റ്റ് ആയിട്ട് യൂണിറ്റ് വെക്ടർ എന്ന് ചോദിക്കൂല. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എ ഇസ് ഈക്വൽ ടു വിത്ത് സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൻ വെക്ടർ എ ബാർ ഈക്വൽ ടു i മൈനസ് 2j വിത്ത് മാഗ്നിറ്റ്യൂഡ് 7 യൂണിറ്റ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? 7 യൂണിറ്റ് ആയിരിക്കണം. അപ്പൊ യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകത എന്താ? അതിന് സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കുള്ളൂ മറ്റേന്റെ പോലെ. അപ്പൊ ആ യൂണിറ്റ് വെക്ടറിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിക്കുന്ന വെക്ടറിന്റെ കൂടെ ഒരു 7 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ 7 യൂണിറ്റ് ഉള്ള വേറെ വെക്ടർ കിട്ടും. ഫൈൻഡ് ദ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൻ വെക്ടർ ഇത് വിത്ത് മാഗ്നിറ്റ്യൂഡ് 7 യൂണിറ്റ്. അപ്പൊ ആദ്യം യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. എത്ര കിട്ടി?
7 എത്ര കിട്ടി? മാഗ്നിറ്റ്യൂഡ് എത്ര കിട്ടി എനക്ക്? യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് എത്ര കിട്ടിയ? √3 അപ്പൊ എ ക്യാപ്പ് എത്ര കിട്ടി? 7 ആയി നിനക്ക് എവിടെ നിന്ന് വന്നടാ? അത് ലാസ്റ്റ് ചെയ്താൽ മതി. റൂട്ട് പിന്നെ 7 മാഗ്നിറ്റ്യൂഡ് ആണ്, നമുക്ക് അവിടെ 7 മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം കേട്ടാ. എന്നിട്ട് അപ്പൊ 7i by √55 14 ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം കേട്ടോ. ഐയുടെ കോമ്പണന്റും ജെയുടെ കോമ്പണന്റും സ്പ്ലിറ്റ് ആക്കി എഴുതാം. ഒറ്റയടിക്ക് ഇതുപോലെ എഴുതി വെക്കരുത് കേട്ടോ. രണ്ട് വെക്ടേഴ്സുകൾ ആഡ് ചെയ്യാൻ പറഞ്ഞ എന്ത് ചെയ്താൽ മതി? കോമ്പണന്റ്സുകൾ ആഡ് ചെയ്താൽ മതി. ഐയുടെ കോമ്പണന്റ് ആഡ് ചെയ്യുക, ജെയുടെ കോമ്പണന്റ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ സം ഓഫ് ദ ഗിവൻ വെക്ടർ. Find the unit vector in the direction of the sum of the given vectors. Find the unit vector in the direction of the sum of the given vectors. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം? സം കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡയറക്ഷനിലുള്ള വേറെ വെക്ടർ കണ്ടുപിടിക്കാം. അപ്പൊ സം കണ്ടുപിടിക്കാം, എ ബാർ പ്ലസ് ബി ബാർ കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചാൽ മതി. ആൻസർ പറയണ്ട കേട്ടോ, വിളിച്ച് ഞാൻ നോക്കാം. നോക്കി ഇവിടെ എന്താടാ? 3 അല്ലേ? ആഡ് ചെയ്തായിരുന്ന എ പ്ലസ് ബി എത്ര കിട്ടിയ? 4i + 3j - 2k. ഫൈനൽ ആൻസർ 4/√29i. സ്പ്ലിറ്റ് ചെയ്തണം. 3/√29j - 2/√29. ആഡ് ചെയ്താ നീ അത് രണ്ടും? ആഡ് ചെയ്തിട്ട് അതിന്റെയാണ് കണ്ടുപിടിച്ചത്. ആഡ് ചെയ്തിട്ട് അതിന്റെ യൂണിറ്റ് വെക്ടർ വേണം കണ്ടുപിടിക്കാൻ കേട്ടോ. ചെയ് ഒന്നുകൂടി ചെയ്യും. റൂട്ട് കിട്ടിയാ?
നോക്കിക്കേ, 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്, പിയും ക്യൂവും. നമുക്ക് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് മാത്രം തന്നേക്കണം. 2,3,0 -1, -2,4. നമ്മളോട് പറഞ്ഞേക്കണം ഇവര് തമ്മിൽ കണക്ട് ചെയ്യുന്ന വെക്ടർ ഉണ്ട്, അതിന്റെ ഇത് കണ്ടുപിടിക്കാൻ, കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ. അപ്പൊ നോക്കിക്കേ, വെക്ടർ പി ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ക്യൂ എന്ന് പറയുമ്പോൾ പി ന്ന് ക്യൂയിലോട്ടുള്ള വെക്ടർ. അങ്ങനെ കണ്ടുപിടിക്കുമ്പോ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് അങ്ങോട്ട് മൈനസ് ചെയ്യുക, തിരിച്ച് മൈനസ് ചെയ്യുക കേട്ടാ. അപ്പൊ -1 -2 into y, പിന്നെ എന്ത് വരും? -2 -3 into j plus 4 -0 k. തിരിച്ചാണെങ്കിലോ ക്യൂ പി ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 2 മൈനസ് തിരിച്ചാണ് കണ്ടുപിടിക്കാം. മനസ്സിലായ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അതിതാ ഡിറ്റർമിനന്റ് വെച്ചിട്ടാ. അത് പ്രൊഡക്റ്റും സ്കെയിലർ പ്രൊഡക്റ്റും മൾട്ടിപ്ലിക്കേഷനും വന്നത്. അപ്പൊ ഫൈൻ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. Find the vector joining the points. Find the vector joining the points 2, 3, 0 and -1, -2, 2, 3, 0. -1, -2, -4. Find the vector join -1, -2, -4. -4. A to B. ഫസ്റ്റ് പോയിന്റ് എ ആയിട്ട് എടുക്കാം, സെക്കൻഡ് ബി ആയിട്ട് എടുക്കാം. ആദ്യ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നടാ, 2, 3, 0. മറ്റേത് -1, -2, -4. എല്ലാത്തിനും മൈനസ് അല്ലേ? എനിക്ക് മടിയായിരുന്നടാ. ഒന്നാമത് എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞ് ബോധം കെട്ട് കിടക്കണായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സും ഉണ്ടായി. നിനക്കില്ലായിരുന്നല്ലേ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായില്ലല്ലോ? ഉണ്ടായ? പിന്നെ 1-ാം തീയതി 30, 31 ക്ലാസ് ഉണ്ടായി, 1, 2 അവധി അല്ലേ? നിനക്കാ? സ്കൂളിലെ കാര്യം ഞാൻ ചോദിച്ചത്. എല്ലാരും കിട്ടിയാ? എത്ര കിട്ടി? എല്ലാരും പോണായിരുന്നു. നീ എന്താ കേട്ടാ? എത്ര കിട്ടിയ? -3 i -5j -4. 4j അല്ല 5j. അത് മറ്റേ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടായിരിക്കും. പിന്നെ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എടുത്തിട്ട് വാ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതൊക്കെ? ഷോ ദാറ്റ് ഇല്ലടോ, അവിടെ പോവാൻ പറ്റിയില്ലല്ലോ, ഭയങ്കര തിരക്കല്ലേ. ഞാൻ പോലും മതി, തിരക്ക്, ബ്ലോക്ക് എപ്പോഴും ബ്ലോക്ക് അല്ലേ. അന്ന് 30-ാം തീയതി പോകാൻ വിചാരിച്ചു, അന്ന് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. മതിയായി. ഇപ്പൊ അടിച്ചിട്ടുണ്ടാവുമല്ലോ? ആണോ? നാളെയല്ലേ? ഷോ ദാറ്റ് a of 2i - j plus k. ഞാൻ ഇതാ
are vertices of a right angle triangle. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണ് കാണിക്കുക. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? പൈതഗോറസ് തിയറം കേട്ടോ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുക. എ ബി ബാർ കണ്ടുപിടി. ഇപ്പൊ നോക്കിക്കേ, എ എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ വെക്ടർ മാത്രം ഇത് തന്നേക്കണം. ബി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ നമ്മൾ എയും ബിയുടെ കണക്ട് ചെയ്യുന്നതിന്റെ വെക്ടർ നമ്മളിപ്പോ കണ്ടുപിടിച്ചില്ലേ? എ ബി കണ്ടുപിടിക്കണം എങ്ങനെ? ബി മൈനസ് എ, അത് കണ്ടുപിടിക്കുക, എ ബി കിട്ടും. ബി സി കണ്ടുപിടിക്കണം എങ്ങനെ? സി മൈനസ് എ ചെയ്യുക. അങ്ങനെ കണ്ടുപിടിക്കണം. എപ്പോഴും ഇങ്ങനെ തന്നെ തരുള്ളൂ കേട്ടോ. പിന്നെ എ ബി ബി സി സി എ. പൈതഗോറസ് വെച്ചിട്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്നാണ് ചോദിച്ചേക്കണം. അപ്പൊ എന്തായിരിക്കും? എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അത് തന്നെ. എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ അറിയാലോ, നമ്മുടെ റൂട്ട് ഓഫ്. പിന്നെ എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ മാഗ്നിറ്റ്യൂഡ് മൂന്നാമത്തെ സ്ക്വയർ മറ്റേതിന്റെ എ ബി സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ റൂട്ട് എടുക്കാൻ എ ബി സ്ക്വയർ ഇട്ടുണ്ടെങ്കിൽ റൂട്ട് എടുക്കേണ്ട ആവശ്യമില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി റൂട്ട് ഓഫ് ഇതല്ലേ, റൂട്ട് അപ്പുറത്തോട്ട് എടുക്കുമ്പോ എ ബി സ്ക്വയർ ഈക്വൽ ടു എന്ന് കിട്ടും. എ ബി ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് സാധനം. രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോ മൂന്നാമത്തെ ഇതിനോട് പ്ലസ് ആണ്. എത്ര കിട്ടിയ ഒരെണ്ണത്തിന്റെ? അപ്പൊ എ ബി സ്ക്വയർ ആക്കാം. അപ്പൊ എ ബി സ്ക്വയർ ഈക്വൽ ടു 41. അതുപോലെ ബി സി കണ്ടുപിടിക്കാം. കിട്ടിയാടാ? കിട്ടിയാ? 41 86 കിട്ടിയത്. ബി സി എത്ര കിട്ടിയ? 36 ആണ് കിട്ടിയത് ബി സി. ബി സി 6. എ ബി എത്ര കിട്ടിയത്? എ ബി മൈനസ് ഐ മൈനസ് 2j
ഇതാണ് കിട്ടിയത്. ഇതിന്റെ മാക്രോ കിട്ടിയപ്പോഴത്തേക്കും AB റൂട്ട് 41 41. അപ്പൊ കിട്ടിയില്ലേടാ? അത് 41. അപ്പൊ സ്ക്വയർ എടുത്തിട്ട് അത് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. AB യുടെ സ്ക്വയർ എത്ര കിട്ടും? 41 കിട്ടും. BC യുടെ സ്ക്വയർ ആണെങ്കിൽ 6. അപ്പൊ നോക്കിക്കേ, BC യും CAയും സ്ക്വയേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണ്ട നമുക്ക്? മറ്റേത് കിട്ടണല്ലേ? AB സ്ക്വയർ കിട്ടണല്ലേ? 36 പ്ലസ് 6 എന്ന് പറയുന്നത് എന്ത് സാധനം? 41. അപ്പൊ അതുകൊണ്ട് എന്താ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഈ സെക്ഷൻ ഫോർമുല കൂടി ഉള്ളൂ ഈ സെക്ഷനിൽ. എന്തായിരുന്നു സെക്ഷൻ ഫോർമുല ഓഫ് ദി വെക്ടേഴ്സ്? സെക്ഷൻ ഫോർമുല നമ്മൾ ഇതിന് പഠിച്ചിട്ടുണ്ട് പണ്ട്. സ്ട്രേറ്റ് ലൈൻസിലാണോ? 3Dയിലാ കഴിഞ്ഞ കൊല്ലം +1. അതായത് സെക്ഷൻ ഫോർമുലന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു എക്സസൈസ് അല്ലാടാ വെക്ടറിൽ? വെക്ടേഴ്സ് ഒരു എക്സസൈസ് അല്ല, 2 എക്സസൈസ് ഉണ്ടല്ലേ? മറ്റേ സ്കെയിലാർ പ്രൊഡക്റ്റും. ഒരു 0 എന്ന് പറഞ്ഞ ഒറിജിനിൽ നിന്നുള്ള ഒരു 4 ആണല്ലോ കൂടിയ സാധനം ഇന്റഗ്രൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 0 P Q. ഇതില് PM Q നിന്നുള്ള, അതായത് ഒറിജിനിൽ നിന്ന് Pയിലോട്ടുള്ള ഒരു വെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഒറിജിനിൽ നിന്ന് Qയിലോട്ടുള്ള ഒരു വെക്ടർ ഉണ്ട്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വേറൊരു വെക്ടർ ഉണ്ട്, ഇത്. അപ്പൊ ഈ ഒറിജിനിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു വെക്ടർ വരയ്ക്കണേണ്, അതാണ് ആര്? R എന്ന് പറയുന്നത്. അപ്പൊ Pയും Qയും 2 വെക്ടേഴ്സ് ആണ്. P ഇവിടെ O നിന്ന് Pയിലോട്ട് ഒരു വെക്ടർ, Oയിൽ നിന്ന് Qയിലോട്ട് ഒരു വെക്ടർ, അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വെക്ടർ ആണ് PQ. ഇനി ഇതിന്റെ സെന്ററിൽ ഇതിലോട്ടുള്ള വെക്ടർ ആണ് OR. അപ്പൊ ഇത് ഇതിനാ m⁻n എന്ന് പറഞ്ഞ റേഷ്യോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ OR വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? OR വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്. ഈ OR വെക്ടർ ഈസ് ഈക്വൽ ടു MB ബാർ പ്ലസ് NA ബാർ ബൈ M പ്ലസ് N ആയിരിക്കും. ഇവിടെ B ബാറും A ബാറൊക്കെ എന്താന്ന് വെച്ചാൽ, B ബാർ എന്ന് പറയുന്നത് ഈ വെക്ടർ കേട്ടോ. ഇത് 2 പോയിന്റുകളാണ്. അപ്പൊ ഈ വെക്ടർ കണ്ടുപിടിക്കാൻ അറിയാലോ, മൈനസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇത് B ബാർ, ഇതാണ് നമ്മുടെ A ബാർ. ഇതിനെ നമ്മൾ കരുതി R ബാർ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ ഇതാണ് സെക്ഷൻ ഫോർമുല. OR ഇസ് ഈക്വൽ ടു എന്ത് വരും? MB ബാർ പ്ലസ് NA ബാർ പ്ലസ് M പ്ലസ് N. ഇത് ഡയറക്ഷൻ സെയിം ആണെങ്കിൽ. പിന്നെ വേറൊരു കേസിൽ നമുക്ക് തന്നെയാണ് ഇനി വേറൊരു കേസ് വരെ എന്ന് വെച്ചാൽ നോക്കിക്കേ, എമ്മിന്റെ എന്നിന്റെ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത കേസില് M ആണ് എന്ത്? ടോട്ടലി നമുക്ക് എന്ത് മാത്രമേ തരുള്ളൂ? എമ്മിന്റെ ഫുൾ ലെങ്ത് മാത്രമേ തരുള്ളൂ M. അങ്ങനെയുള്ള കേസിലാണ് ഈക്വേഷൻ എങ്ങനെ ചെയ്യണത്? OR ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇത് തന്നെ MB ബാർ മൈനസ് NA ബാർ ബൈ M പ്ലസ് N. എന്നില്ല, M മാത്രം, M മൈനസ് N. ഇവിടെ മൈനസ് N ആണ്. എമ്മിന്റെ ടോട്ടൽ ലെങ്ത് മാത്രമേ തരുള്ളൂ. N ശരിക്കും ഈ ടോട്ടൽ ലൈനാണ്, N തന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇതിന്റെ അകത്ത് നിക്ക് N കണ്ടുപിടിക്കാം. ഏതായിരുന്നു നോക്കിക്കേ, N 1 അല്ലല്ലോ. R divide related.
എക്സ്റ്റേണലി ആയിട്ട് എക്സ്റ്റേണലി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഫോം ചെയ്യാം. ഇന്റേണലി ആണെങ്കിൽ മറ്റേത്. ഇത് എക്സ്റ്റേണലി ആവുമ്പോഴത്തേക്കും ഈ ഇക്വേഷൻ, ഇന്റേണലി ആവുമ്പോഴത്തേക്കും അല്ലല്ല എന്നെ കണ്ടു നമുക്ക് പ്രോബ്ലം വരുമ്പോൾ അത് മനസ്സിലാവും. ഇന്റേണലി ആണെങ്കിൽ ഇത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. Consider 2 points P and Q with position vectors. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനിൽ നിന്ന് ആ വെക്ടറിലോട്ടുള്ള പൊസിഷൻ. ഇപ്പൊ പി ആണെന്ന് വിചാരിച്ചോ, ഈ ഒറിജിനിൽ നിന്ന് പിയിലോട്ടുള്ള വെക്ടർ ആണ് എന്ത്? പൊസിഷൻ വെക്ടർ ഓഫ് ദാറ്റ് പോയിന്റ്. ആ പിയില പൊസിഷൻ വെക്ടർ. ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ ഏതാ? ഓ ക്യൂ. ഇത് ഇന്റേണലി എക്സ്റ്റേണലി, ഇത് ഇന്റേണലി. സെക്ഷൻ ഫോർമുല എഴുതിയിട്ട് ഇന്റേണലി എക്സ്റ്റേണലി എഴുതാം. അതൊന്നുമല്ല. എം ഇപ്പൊ കണ്ടതിന് നടുക്ക് മൈനസ് ഇട്ട് എഴുതുക. എം ബി ബാർ പ്ലസ് എം എ ബാർ ബൈ എം പ്ലസ് എൻ. മറ്റേതാകുമ്പോ ഇത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് ആർ ഡിവൈഡിങ് ദ consider the 2 points PQ with the position vector OP bar equal to 3A bar minus 2B bar and OQ മറ്റേത് മൈനസ് വരും. OQ equal to A bar plus B bar. Find the position vector of the point R which divide the line segment joining P and Q in the ratio 2:1. 2:1 internally and externally. m raised to n തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ എന്താ? OP തന്നിട്ടുണ്ട്. OP ഇവര് ചിലതിൽ OP തരില്ല, പോയിന്റ് മാത്രമേ പറയുള്ളൂ. അപ്പൊ OP നിങ്ങൾ കണ്ടുപിടിക്കണം. 0 OP കണ്ടുപിടിക്കാൻ എളുപ്പം. ആ തന്നിരിക്കുന്ന പോയിന്റ് കൂടെ ഐയും ജെയും കെയും ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ OP ഇവിടെ തന്നിട്ടുണ്ട് 3A minus 2B. അപ്പൊ ഈ വെക്ടർ തന്നിട്ടുണ്ട്. അല്ലേ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. ഏതാ? ഇതെന്താ? OP എന്ന് പറയുന്നത് A bar അല്ലെ? അല്ല, A bar അല്ല, OR അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഡയറക്റ്റ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? OR ആണ് കണ്ടുപിടിക്കേണ്ടത്. OR is equal to എന്തായിരുന്നു ഫോർമുല? M into എന്തായിരുന്നു ഫോർമുല? M into നമ്മുടെ B എന്താ? B ഇപ്പൊ തന്നു പിടിച്ച സാധനം ഇത് അല്ലെ? അപ്പൊ M എന്ന് പറയുന്നത് 2 into ഇത് 3A minus 2B. ഓക്കെ. ഫോർമുല തിരിഞ്ഞു പോയാ? ഇത് A, അത് B. ഓക്കെ. അപ്പൊ 2 into A bar plus B bar plus N into 3A bar minus 2B bar by എന്താ? 2 plus 1. മനസ്സിലായ? ഇക്വേഷൻ നമ്മുടെ ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്ത് B bar ആണ്, A bar ഇത്. നമ്മുടെ ഫോർമുലയിൽ A bar ആണ്. ഈ OR എന്ന് പറയുന്നതാണ് നമ്മുടെ ഇത് നോക്കണ്ട, ഈ വെക്ടർ അവരങ്ങനെ എഴുതിയെന്നുള്ളൂ എയും ബിയും വെച്ച്. നമുക്ക് എന്താ? OP എന്ന് പറയുന്നത് നമ്മുടെ B bar, OQ എന്ന് പറയുന്നത് നമ്മുടെ A bar. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത മനസ്സിലായില്ലേടാ? ഇത് ഇന്റേണലി അല്ല റേഷ്യോ, എക്സ്റ്റേണലി കണ്ടുപിടിച്ചേ. എക്സ്റ്റേണൽ എത്ര കിട്ടി?
ഇന്റേണലാണ് ഇപ്പൊ കണ്ടുപിടിച്ച നമ്മള്. എന്നിന്റെ വാല്യൂ ഒന്നും കണ്ടുപിടിക്കണ്ട. മറ്റേ എത്ര കിട്ടി? 5a/3. സെക്കൻഡ് വൺ 4b ബാർ മൈനസ് a ബാർ പ്ലസ് 3 ഇല്ലല്ലോ. ബൈ 3 ഇല്ല, 2 - 1 അല്ലേ? ഫോർ ബി മൈനസ് എ. അടുത്തത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എന്താണ്? രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കുള്ളൂ. എ ബാർ ഡോട്ട് ബി ബാർ ഈക്വൽ ടു 0 ആണെങ്കിൽ രണ്ട് ലൈൻസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കുള്ളൂ. ഇനി അതുപോലെ സ്കേലാർ പ്രൊഡക്റ്റ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ ബാർ ഡോട്ട് ബി ബാർ ഈക്വൽ ടു എന്താണ്? ബി ബാർ ഡോട്ട് എ ബാർ ആണ്. എങ്ങനെയാ ഇപ്പൊ ചെയ്യണത്? എ ബാറും ബി ബാറൊക്കെ എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണത്? ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഡോട്ട് പ്രൊഡക്റ്റ് രണ്ട് വെക്ടേഴ്സ് എന്നിട്ട് എന്തെങ്കിലും ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ? എന്താ മോഡ്? അല്ല, ആംഗിൾ ബിറ്റ്വീൻ ടു നോൺ സീറോ വെക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് വെക്ടറുകൾ ഉണ്ടാവും. ആ രണ്ട് വെക്ടേഴ്സിന്റെ ആംഗിൾ ആ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി. അതൊന്ന് എഴുതി വെച്ചേക്ക്. എന്താ അറിയാലോ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എ ബാർ ആൻഡ് ബി ബാർ വിത്ത് മാഗ്നിറ്റ്യൂഡ് find the angle between two vectors a bar and b bar with magnitude 1 and 2 and a bar dot b bar equal to 1. അതായത് എ ബാറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? മോഡ് എ ഈക്വൽ ടു 1 ആൻഡ് മോഡ് ബി ഈക്വൽ ടു 2. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ആംഗിൾ ബിറ്റ്വീൻ ദം. കോസ് തീറ്റ ഈക്വൽ ടു എന്ത് ചെയ്യാം? ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു എന്താ ഫോർമുല? 1/1 into 2 1/2 വരും. 1/2 വന്നത് എപ്പോഴാ? തീറ്റ ഈക്വൽ ടു 5/3 എന്ന് പറയുമ്പോ 60 ഡിഗ്രി. 5/6 ആ? സൈനല്ലടാ, കോസ്. ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. Find the angle theta. Find theta between the vectors a bar equal to ആരടാ? എൻ്റെ ആണോ? അതിന് ചീറ്റല്ലടാ, ഇതില് 10 മിനിറ്റ് ഉള്ളത്. ഏ 15 ഉള്ളൂ, ഇതില് 10 ഉള്ളൂ. ഇത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് വെക്ടേഴ്സ്. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ എന്ത് ചെയ്താൽ മതി? അപ്പൊ കോസ് തീറ്റയുടെ ഫോർമുല അറിയാലോ. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? എ ഡോട്ട് ബി ബാർ വേണം. മോഡ് എ മോഡ് ബി ആദ്യം ഇതിന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് എ ഡോട്ട് ബി കണ്ടുപിടിക്കുന്നത്? വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതിന്റെ. അപ്പൊ ഇവിടെ കോർഡിനേറ്റ് എന്താ? 1 into 1 മൈനസ് 1 into -1 മൈനസ് 1 into 1 കേട്ടോ. ഡോട്ട് പ്രൊഡക്റ്റിൽ ഒന്നും ജെയും കെയും ഒന്നും ഉണ്ടാവൂല കേട്ടോ.
നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഇതുപോലത്തെ ടേബിളാ സ്കൂളില്? ആ അപ്പൊ എത്ര പേർക്ക് ഇരിക്കാം ഒരെണ്ണത്തില്? 2 പേർ. ചെറുതാണോ അപ്പൊ ലെങ്ത്? ഇങ്ങനത്തെ ചെയർസ് ഇല്ലല്ലേ? ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ചേക്കണേ, കുറച്ച് സ്ലൈഡ് ചെയ്തിട്ടുള്ള. ആ ഇങ്ങനെ ചരിച്ചിട്ട്. 10 പേരിരിക്കും ഒരെണ്ണത്തില്. കിട്ടിയാ? വേഗം ചെയ്യടാ. പതിയെ ചെയ്യണം. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്റെ ഫോണാണ് അവിടെ വീണത്. അല്ലല്ല, എന്താ? അതെവിടെ? Root of the perpendicular from the origin. നമ്മളത് ചെയ്തിട്ടുണ്ടല്ലോ. തലക്കെട്ട കുത്തും ചെയ്താ എന്തേ കാണിച്ചേക്കണം. എ ഡോട്ട് ബി കണ്ടുപിടിച്ചാ വേഗം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തിരിക്കും നിങ്ങള്. എ ബാർ ഇസ് ഈക്വൽ ടു, അത് പ്ലസ് ചെയ്യണല്ല. അതായത് അങ്ങനെ തന്നെ 1 മൈനസ് 1 മൈനസ് 1 മൈനസ് 1 എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -1. അപ്പൊ ഇക്വേഷൻ എന്താ? cos θ is equal to a dot b divided by mod a plus mod a into mod b. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കടാ. a bar is equal to 5i minus 5i minus j minus 3k. ഇനി അത് ചെയ്തിട്ട് ചെയ്താൽ മതി. b bar equal to i plus 3j minus 5k. Then show that vectors a bar plus b bar and -1/3 cos theta cos inverse -1/3. cos ഒക്കെ ഇവിടെ cos theta equal to ഫോർമുല എഴുതി വെക്കാൻ കണ്ടു. അതിന് കിട്ടും മാർക്കെങ്കിലും. Show that a bar plus b bar and a bar minus b bar are perpendicular. പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തായിരിക്കും? ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? അപ്പൊ എ ബാർ പ്ലസ് ബി ബാർ ചെയ്യാം. എങ്ങനെ ചെയ്യും? പ്ലസ് ചെയ്യാൻ ഡയറക്റ്റ് പ്ലസ് ചെയ്യാൻ. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, 0 എന്ന് കാണിക്കാം. എന്ത് കാണിക്കട്ടെ? ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. ബാക്കി ആരെയും എ മൈനസ് ബി എന്ന് പറയുമ്പോ അല്ല, തന്നിട്ടുണ്ടല്ലോ, അതിന് മനസ്സിലാവും. പോയിന്റ് വന്നിട്ടാണെങ്കിലാണ് എഴുതുക. എ പ്ലസ് ബി കണ്ടുപിടിക്കാം. ആദ്യം ഡയറക്റ്റ് ആഡ് ചെയ്യാം. എ പ്ലസ് ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഇയാൾക്ക് കിട്ടിയ പേപ്പർ മാത്സിന്റെ എത്ര പാസ്സായില്ലേ? പറഞ്ഞായിരുന്നു. ഇനി എന്റെ മോഡൽ കൂടെ ഉണ്ടോ? ഇപ്പോഴേക്കും പാസ്സാവണം. ശരി, പെർപെൻഡിക്കുലർ ആണ്. ചെയ്താ
എന്താ ഇവ പറയണ? എക്സാമിന് 62 മാർക്ക് പോയി. 80 ആണ്. ഓ അപ്പൊ ബാക്കി എത്ര മാർക്കാ? 18 കിട്ടിയായിരുന്നു. 8 മാർക്ക് കിട്ടി. ഓ 8 മാർക്ക് എവിടെ നിന്ന് എത്തിച്ചടാ? MCQ കറക്കി കുത്തലും കിട്ടുമല്ലാടാ. ഈ പ്രാവശ്യം ജയിക്കണം കേട്ടോ. ഇംഗ്ലീഷ് 68 കിട്ടും ഇംഗ്ലീഷിൽ. മാക്സിമം 50 കണ്ടുപിടിക്കുക A+B കിട്ടിയാ എടാ ആഡ് ചെയ്ത് കണ്ടുപിടിക്കണ 5+1 6 ഐ ആരിടും. പിന്നെ ഐ ഇടണ്ടേ? ഡോട്ട് പ്രൊഡക്റ്റിന് ഇല്ലാത്തതാണ്. -1 പ്ലസ് -8. ഇനി അടുത്ത -B കണ്ടുപിടിക്കും. കിട്ടിയാ 0 കിട്ടിയാ? അമ്മ എത്രയാടാ? 10. പ്രൊജക്ഷൻ ഓഫ് ദി ഗിവൻ വെക്ടർ എന്ന് പറഞ്ഞ എന്തായിരുന്നു? പ്രൊജക്ഷൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കിട്ടിയാ? പ്രൊജക്ഷൻ ഓഫ് ദി ഗിവൻ വെക്ടറിന്റെ ഫോർമുല എന്തായിരുന്നു? എ ബാറും ബി ബാറും തന്നിട്ടുണ്ട്. ഈ പ്രൊജക്ഷൻ കണ്ടുപിടിക്കണത് എ ബാർ ഡോട്ട് ബി ബൈ മോഡ് ബി. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എ ഓൺ ബി. എ എന്ന് പറഞ്ഞ വെക്ടർ എങ്ങോട്ടാ പ്രൊജക്ട് ചെയ്യണം? ബിയിലോട്ട് പ്രൊജക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താ? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് ബി. അടുത്തൊരു ഹെഡിങ് ആയിരിക്കും പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ബാർ ഓൺ ദി വെക്ടർ ബി ബാർ എഴുതണം. ഓ നിങ്ങൾ അങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ എന്തൊക്കെ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഇതും കൂടി കഴിഞ്ഞ് നിർത്താം. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എ ബാർ ഓൺ ബി ബാർ. എ ബാർ ആണ് ബി ബാറിലോട്ട് പ്രൊജക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ വെച്ച ഫോർമുല മോഡ് ബി ബാർ ഇൻറ്റു എ ബാർ ഡോട്ട് ബി ബാർ. ഇതാണ് ഫോർമുല. എന്താ പ്രൊജക്ഷന്റെ സിമ്പിളാ? ഇങ്ങനെ പറഞ്ഞായിരിക്കും ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ എ ബാർ ഓൺ ദി വെക്ടർ എന്ന് പറഞ്ഞു വരുള്ളൂ. എന്ത് ഈക്വൽ ടു എന്നല്ല പ്രൊജക്ഷന്റെ ഫോർമുല. പ്രൊജക്ഷൻ ഓഫ് എ ബാർ ഓൺ ബി ബാർ എഴുതിയിട്ട് ഈ ഇക്വേഷൻ എഴുതുക. ഇതാണ് ഫോർമുല. പ്രൊജക്ഷൻ ഈക്വൽ ടു എഴുതുക. അപ്പൊ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ എ ബാർ ഈക്വൽ ടു 2i plus 3j plus 2k on the vector b bar equal to I plus 2j plus k. Find the projection of the vector a bar equal to 2i plus 3j plus 2k on the vector b bar equal to I plus 2j plus k. A dot b കണ്ടുപിടിക്കണം കേട്ടോ. Two, 6, തന്നെ ചെയ്യടാ. 10/.
ഇനി ഉണ്ടല്ലോ ഇതിന് ഈ ചാപ്റ്ററിന് അതിന് വരില്ല. ഇതിനുള്ളത് പ്രൊജക്ഷൻ ഉണ്ട്, പിന്നെ സ്കെയിലാർ പ്രൊഡക്റ്റ് ഉണ്ട്. സിക്സ് ആണോ? ആ 4, 5. ഇന്റഗ്രേഷൻ ഒക്കെ തുടങ്ങിക്കോ, ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തോണ്ടിരുന്നാട്ടാ. കാൽക്കുലസാ വിടല്ലേടെ കാൽക്കുലസ്. ഇന്റഗ്രേഷൻ പെർപെൻഡിക്കുലർ എങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞ എ ബാർ ഡോട്ട് ബി ബാർ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? അതിന് ക്രോസ് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ എന്താണ്? പാരലൽ ടു വെക്ടേഴ്സ്. എ ബാർ ക്രോസ് ബി ബാർ ഈക്വൽ ടു 0 ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് എന്തായിരിക്കുള്ളൂ? പാരലൽ ആയിരിക്കുള്ളൂ. ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ ആ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് അതെന്തായാലും ഒരു വാല്യൂ ആയിരിക്കും കിട്ടണം. ഡിറ്റർമിനന്റ് ആയിരിക്കും അത്. അത്രേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതാണ് ടെക്സ്റ്റ് അജിൻ.